Hello everyone. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ട്രാൻസിയൻറ്റ് കറൻസിൽ ഗ്രോത്ത് ഓഫ് ചാർജ് ഇൻ LCR സർക്യൂട്ട് അതിലെ 3 സ്പെഷ്യൽ കേസുകളും കണ്ടു. ഗ്രോത്ത് ഓഫ് ചാർജ് കണ്ടു. അത് കഴിഞ്ഞ് അടുത്ത ഒരു സെഷനായിട്ട് 3 സ്പെഷ്യൽ കേസുകളായിട്ടുള്ള ഓവർ ഡാംഡ് കണ്ടീഷൻ, ക്രിട്ടിക്കലി ഡാംഡ് കണ്ടീഷൻ, ഡാംഡ് ഓസിലേറ്ററി കണ്ടീഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ അതേ സർക്യൂട്ടിൻ്റെ തന്നെ ഡീകേ ഓഫ് ചാർജാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഗ്രോത്ത് ഓഫ് ചാർജ് നമുക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ, അത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് ഡീകേ ഓഫ് ചാർജ് പെട്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിൻ്റെ മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഡീകേ ഓഫ് ചാർജിൻ്റെ കണ്ടീഷനിൽ നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം, LCR സീരീസ് സർക്യൂട്ടിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, K2 എന്ന് പറയുന്ന കീ ഓപ്പൺ ചെയ്ത്, ഇവിടെ K1 ഈ ഫിഗർ നിങ്ങൾ നോക്കുക. E എന്ന് പറയുന്നത് നമ്മുടെ അപ്ലൈഡ് വോൾട്ടേജ് സോഴ്സ് ആണ്. L ഇൻഡക്ടർ, C കപ്പാസിറ്റർ, R റെസിസ്റ്റർ. K1 എന്ന് പറയുന്നത് K2 എന്ന് പറയുന്ന 2 കീകളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ K2 എന്ന് പറയുന്ന കീ ഓപ്പൺ ചെയ്ത് വെക്കുക, K1 എന്ന് പറയുന്ന കീ ക്ലോസ് ചെയ്യുക. അതെന്തുകൊണ്ടാണ്? ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഡീകേ ചെയ്യണമെങ്കിൽ കപ്പാസിറ്റർ ആദ്യം ചാർജ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. K2 എന്ന കീ ഓപ്പൺ ചെയ്തിട്ട് K1 ക്ലോസ് ചെയ്യുക. സോ ദിസ് വിൽ ബി ദ സർക്യൂട്ട് അല്ലേ. അപ്പോൾ കപ്പാസിറ്റർ എന്ത് ചെയ്യും? മാക്സിമം ആയിട്ട് കപ്പാസിറ്റർ ചാർജ് ചെയ്യും ആൻഡ് ഫൈനലി ഗെറ്റ്സ് ഇറ്റ്സ് മാക്സിമം ചാർജ്. മാക്സിമം അത് ചാർജ് ചെയ്ത് കഴിഞ്ഞു. അത് ചാർജ് ചെയ്തതിന് ശേഷം, കപ്പാസിറ്റർ മാക്സിമം ചാർജ് ചെയ്തതിന് ശേഷം, ഇതുവരെയുള്ളത് കാര്യങ്ങൾ കപ്പാസിറ്റർ ഫസ്റ്റ് ചാർജ് ചെയ്യാന്നുള്ള കണ്ടീഷനാണ്. നമ്മുടെ ടോപ്പിക്കിലേക്ക് വരുന്നത് കപ്പാസിറ്റർ ഫുള്ളായി ചാർജ് കഴിഞ്ഞതിന് ശേഷമുള്ള കണ്ടീഷൻ. അപ്പോൾ കപ്പാസിറ്റർ ഫുള്ളായി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ K2 എന്ന് പറയുന്ന കീ ക്ലോസ് ചെയ്യുകയും K1 എന്ന് പറയുന്ന കീ ഓപ്പൺ ചെയ്യുകയും ചെയ്യുക. K1 ഓപ്പൺ ചെയ്യുക, K2 ക്ലോസ് ചെയ്യുക. K1 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സർക്യൂട്ട് ഇല്ല അല്ല, ഇതൊരു ഓപ്പൺ സർക്യൂട്ടാണ്. ഓപ്പൺ സർക്യൂട്ടിലൂടെ ചാർജ് ഫ്ലോ അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. അപ്പോൾ K2 ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി ദി ക്ലോസ്ഡ് സർക്യൂട്ട് അല്ലേ. അപ്പോൾ ഈ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത ചാർജ് ഈ ഒരു സർക്യൂട്ടിലൂടെ റെസിസ്റ്റൻസിൻ്റെ അക്രോസ് ആയിട്ടും ഇൻഡക്ടറിലൂടെയൊക്കെ ആയിട്ട് ഫ്ലോ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് ടൈം ഓരോ ഇൻഡക്ടറിൻ്റെ അക്രോസ് ചാർജ് ഫ്ലോ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ഫ്ലക്സിന് ചേഞ്ച് വരുന്നു, ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രീവിയസ് കണ്ടതാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദ ഇൻഡക്ടർ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു VL. VL is represented by potential drop across the inductor is represented by the symbol VL, which is equal to LdI by dt. And the drop across the capacitor, capacitor Q ആണ് കപ്പാസിറ്ററിൻ്റെ ചാർജ്, C ആണ് കപ്പാസിറ്റൻസ് എങ്കിൽ പൊട്ടൻഷ്യൽ അക്രോസ് ദ കപ്പാസിറ്റർ VC is equal to Q by C ആണെന്ന് നമുക്ക് മുമ്പേ തന്നെ കണ്ടിട്ടുള്ളതാണ്. ആൻഡ് R ആണ് റെസിസ്റ്റൻസ്, അതിലൂടെ I എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ V is equal to IR. VR is equal to IR. VR എന്ന് പറയുന്ന R സഫിക്സ് ആയിട്ടാണ് കാണിക്കുന്നത്. റെപ്രസെൻറ്റേഷൻ പൊട്ടൻഷ്യൽ അക്രോസ് ദ റെസിസ്റ്റൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് VR എന്ന് പറയുന്നത്. VR is equal to IR എന്ന്. കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ പ്രകാരം ദിസ് വിൽ ബി ഈക്വൽ ടു ദ അപ്ലൈഡ് EMF. പക്ഷേ ഇവിടെ നമ്മൾ ഡീക്കേയുടെ കണ്ടീഷൻ പറയുമ്പോൾ, ഡീക്കേ നമ്മൾ പറയാൻ തുടങ്ങുമ്പോൾ ഈ കീ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ സർക്യൂട്ടിൽ ഇല്ല എന്നുള്ളതാണ് ഇൻഇഫക്റ്റീവായിട്ട് ഈ ഒരു സാധനം ഇവിടെ ഇല്ല. അപ്പോൾ അപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ദാറ്റ് ഈസ് 0 is equal to potential across the inductor plus that across the capacitor plus that across the resistor. അപ്പോൾ VL plus VC plus VR that will be equal to 0 എന്ന് കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡീക്കേ ആണ് പറയുന്നത്. കപ്പാസിറ്ററിൻ്റെ സപ്ലൈ വോൾട്ടേജ് നമ്മൾ റിമൂവ് ചെയ്തിട്ടാണ് ഡീക്കേ ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് അക്രോസ് ദി components will be equal to the applied EMF. Here applied EMF will be 0. Okay, അപ്പോൾ VL plus VC plus VR is equal to 0 എന്ന് കിട്ടും. ആൻഡ് അതിന് നമ്മൾ മാത്തമാറ്റിക്കൽ സ്റ്റെപ്സുകളൊക്കെ നമ്മൾ മുമ്പ് കണ്ടതാണ്. VL is equal to LdI by dt plus Q by C plus IR is equal to 0. I എന്ന് പറഞ്ഞാൽ dQ by dt ആണ്. സോ d square Q by dt square plus Q by C plus Iക്ക് പകരം dQ by dt into R is equal to 0 എന്ന് കിട്ടുന്നു. ദെൻ ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഫോർ ദാറ്റ് ത്രൂ ഔട്ട് L കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ d square Q by dt square plus Q by LC plus dQ by dt into R by L is equal to 0. ഓക്കെ, നൗ ഇതിനെ നമ്മളൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോമിലേക്ക് മാറ്റുകയാണ്. ഫോർ ദാറ്റ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട്, ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമല്ല, എന്നാലും നമുക്ക് ടെക്സ്റ്റ് ഫോളോ ചെയ്യുന്ന പോലെ തന്നെ പോവാം. Q is equal to X നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ d square Q ന് പകരം X, d square X by dt square plus R by L into dx by dt
നമ്മൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ആൻഡ് അങ്ങനെ ആ ഫോമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോമിൽ മാറ്റുന്നത് കേട്ടോ. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ആർ ബൈ എൽ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് എക്സ് ബൈ എൽ സി ഈസ് ഈക്വൽ ടു 0 എന്നുണ്ട്. ഓക്കെ, നമ്മൾ ഗ്രോത്ത് ഓഫ് ചാർജിൽ നമ്മൾ കണ്ടു ആർ ബൈ എൽ ഇസ് ഈക്വൽ ടു 2k ആൻഡ് 1 ബൈ എൽ സി ഈസ് ഈക്വൽ ടു ഒമേഗ നോട്ട് സ്ക്വയർ. അതേ കണ്ടീഷൻ നമ്മൾ ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് 2k ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഒമേഗ നോട്ട് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 0. So this is a second order differential equation. This second order differential equation the solution. Idhum nammal growth inde condition kandadana x is equal to a e raised to alpha t. A e raised to alpha t aanu. Appo dx by dt enna idinte differential a into e raised to alpha t inde differential alpha into e raised to alpha t. So dx by dt is equal to alpha a e raised to alpha t ennu. d square x by dt square enna idinte onnodu differentiate cheya. Appo alpha into a into e raised to alpha t inde differential e raised to alpha t into alpha. That is alpha square a e raised to alpha t ennu. Okay, now substitute this in above equation number 3. Then d square x by dt square nu pagaram alpha square a e raised to alpha t plus 2k into dx by dt ku pagaram alpha a e raised to alpha t plus omega naught square x nu pagaram a e raised to alpha t is equal to 0. Common aayittu ellathilum ullathu a e raised to alpha t ana, so you can cancel that. After that alpha square plus 2k alpha plus omega naught square is equal to 0. This is a quadratic equation. Ee quadratic equation solution nammal kandadana. Minus b plus or minus root of b square minus 4ac by 2a എന്ന് പറയുന്ന റിലേഷൻ വെച്ച് ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് ബിയുടെ സ്ഥാനത്ത് ഇവിടെ 2k ആണ് പ്ലസ് റൂട്ട് ഓഫ് മൈനസ് ബി സ്ക്വയർ ദാറ്റ് ഇസ് 4k സ്ക്വയർ മൈനസ് 4 ഒമേഗ നോട്ട് സ്ക്വയർ 4ac അല്ലെ 4 ഇൻറ്റു എയുടെ വാല്യൂ 1 ആണ് സിയുടെ വാല്യൂ ഒമേഗ നോട്ട് സ്ക്വയർ ആണ്. അപ്പോൾ 4 ഒമേഗ നോട്ട് സ്ക്വയർ ബൈ 2. അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ 4k സ്ക്വയർ മൈനസ് 4 ഒമേഗ നോട്ട് സ്ക്വയർ ആണ്. അപ്പോൾ രണ്ടിലും 4 ഉണ്ട്, അത് റൂട്ടിൻ്റെ പുറത്തേക്ക് എടുത്താൽ 2 എന്ന് കിട്ടും. 2 എന്നുള്ള ടേം ക്യാൻസൽ ചെയ്യുക, 2kയിൽ 2 ക്യാൻസൽ ചെയ്യുക, ഡിനോമിനേറ്ററിൽ 2 ക്യാൻസൽ ചെയ്യുക. അതൊക്കെ നമ്മൾ ഗ്രോത്തിൽ ചെയ്ത അതേ സ്റ്റെപ്പുകളാണ്. ആഫ്റ്റർ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് കെ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ. മൈനസ് കെ പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ എന്ന് പറയുന്ന ഒരു സൊല്യൂഷനും മൈനസ് കെ മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ഒമേഗ നോട്ടാണ് കേട്ടോ. ഒമേഗ നോട്ട് സ്ക്വയർ സി എന്ന് പറയുന്നത് അടുത്ത സൊല്യൂഷനാണ്. സോ ദീസ് സൊല്യൂഷൻസ് അല്ലെ ആൽഫയുടെ ഈ രണ്ട് സൊല്യൂഷൻ നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു എ റേസ് ടു ആൽഫ ടി എന്നുള്ളതിൽ കൊടുക്കണം. അപ്പോൾ രണ്ടായിട്ട് ആൽഫയ്ക്ക് 2 വാല്യൂ ഉണ്ട് അല്ലേ. അപ്പോൾ ആൽഫ 1 ആൽഫ 2 കൊടുക്കുക, കോഎഫിഷ്യൻ അതേപോലെ a1 a2 എന്നുള്ള രീതിയിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്തിനു പകരം എക്സ് കൊടുത്തത് ക്യൂ, അപ്പോൾ അവിടെ അതും റീപ്ലേസ് ചെയ്ത് എഴുതുകയാണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ ദാറ്റ് ഇസ് ഈക്വൽ ടു 2 സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് a1 കറസ്പോണ്ടിങ് ആയിട്ട് ആൽഫ 1, രണ്ടാമത്തേൽ ആൽഫ 2 കറസ്പോണ്ടിങ് ആയിട്ട് a2 ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നു, a1 e raised to ആൽഫ 1 എന്ന് പറഞ്ഞാൽ മൈനസ് കെ പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ. അപ്പോൾ മൈനസ് കെ പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ഇൻറ്റു ടി പ്ലസ് a2 e raised to മൈനസ് കെ മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ഇൻറ്റു ടി എന്നുണ്ട്. സോ ദിസ് ഇസ് ക്യൂ. ഇതിൽ നമ്മൾ എന്ത് കിട്ടണം, നമുക്ക് ആ കോഎഫിഷ്യൻസ് a1 ഉം a2 നമുക്ക് 2 ടേമുകളുണ്ട് a1 ആൻഡ് a2, അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഫോർ ദാറ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ കൊടുക്കുകയാണ്. ഇനീഷ്യലി ദ കപ്പാസിറ്റർ ഇസ് ഫുള്ളി ചാർജ്ഡ് അല്ലേ. അപ്പോൾ ടി ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഡി കെ ആണ് പഠിക്കുന്നത്. അപ്പോൾ ഡി കെ ചെയ്യണമെങ്കിൽ ഓൾറെഡി ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ചാർജ്ഡ് ആയിരിക്കണം അല്ലേ. അപ്പോൾ ടി ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന സമയത്ത് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരുന്ന ചാർജ് ക്യൂ ഇസ് ഈക്വൽ ടു Q0 ആണ്, വിച്ച് ഇസ് ഇറ്റ്സ് മാക്സിമം വാല്യൂ അല്ലേ. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ദെൻ ടി ഇസ് ഈക്വൽ ടു 0, ക്യൂ ഇസ് ഈക്വൽ ടു Q0 എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ ക്യൂവിന് പകരം Q0 എന്ന് വന്നു. a1 ടിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇ റേസ് ടു 0 എന്ന് വരും അല്ലേ. a1 ഇ റേസ് ടു 0 പ്ലസ് a2 ഇ റേസ് ടു 0 എന്ന് കിട്ടും. ഇ റേസ് ടു 0ൻ്റെ വാല്യൂ 1 ആണ്, അതുകൊണ്ടാണ് ഇവിടെ അത് എഴുതാത്തത്. Q0 ഇസ് ഈക്വൽ ടു a1 പ്ലസ് a2 എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ്റെ നമുക്ക് കിട്ടി. ഇനി ഇതേ സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ദാറ്റ് ഈസ് ഡി ക്യൂവിനെ അല്ലെങ്കിൽ എക്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു തവണ കൂടി ഈ ഇക്വേഷൻ നമ്പർ 6നെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിൽ ടിക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡി എക്സ് ബൈ ഡി ടി ഓർ ഡി ക്യൂ ബൈ ഡി ടി ദാറ്റ് ഇസ് ഈക്വൽ ടു a1 ഇൻറ്റു ഇ റേസ് ടുൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ഇതേ ടേം ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കോഎഫിഷ്യൻ ദാറ്റ് ഇസ് ഈ ടേം അല്ലേ. അതപ്പോൾ നമുക്ക് എന്ത് കിട്ടും, a1 ഇൻറ്റു റൂട്ട് ഓഫ് a1 ഇൻറ്റു ബ്രാക്കറ്റിൽ മൈനസ് കെ പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു ഇതേ ടേം പ്ലസ് a2 ഇൻറ്റു മൈനസ് കെ മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു ഇതേ ടേം. ഓക്കെ, സോ അതാണ് നമ്മുടെ സൊല്യൂഷൻ വരിക, ഡി എക്സ് ബൈ ഡി ടി വരിക. ആ ഡി എക്സ് ബൈ ഡി ടിയിൽ നമ്മൾ എന്ത് കൊടുക്കണം, ടി ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കണം. ടി ഈക്വൽ ടു 0 എന്ന് പറയുന്ന സമയത്ത്
dq by dt ആണ്. t equal to 0 എന്ന സമയത്ത് qന്റെ വാല്യൂ q0 ആണ്, which is a constant. It is a maximum value which is a constant. അപ്പോൾ കോൺസ്റ്റന്റ് ഡിഫറൻഷ്യൽ 0 ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ dq0 by dt എന്നാണ് വരിക. ബട്ട് q0 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. dq by dt is equal to അല്ലെങ്കിൽ dx by dt is equal to 0 എന്നാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇവിടെ മൈനസ് കെ പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ഇൻറ്റു a1 ഇൻറ്റു ഇ റേസ് ടു 0 അല്ല, ഇവിടെ ടിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇ റേസ് ടു 0 എന്ന് വരും. പ്ലസ് മൈനസ് കെ മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ഇൻറ്റു a2 ഇൻറ്റു ഇ റേസ് ടു 0 എന്ന് കിട്ടും. ഇ റേസ് ടു 0ൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ അവർ ആ വാല്യൂ 1 ആക്കി മാറ്റി എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതൊന്ന് മാത്തമാറ്റിക്കലി റീഅറേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. 0 ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 0 ആണ്, മൈനസ് കെ ഇൻറ്റു a1 മൈനസ് കെ ഇൻറ്റു a2 എന്നുള്ള ടേം ഉണ്ട്. ഇത് നമ്മൾ a1 കൊണ്ട് ഈ മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുക, a2നെ കൊണ്ട് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ദാറ്റ് ഇസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, a1 ഇൻറ്റു ദീസ് 2 ടേംസ് a2 ഇൻറ്റു ദീസ് 2 ടേംസ് അല്ലേ. അപ്പോൾ മൈനസ് കെ a1 എന്നുള്ളൊരു ടേം ഉണ്ട്, മൈനസ് കെ a2 എന്നുള്ള ടേം ഉണ്ട്. രണ്ടിൽ നിന്ന് മൈനസ് കെ പുറത്തേക്ക് എടുത്തു, a1 പ്ലസ് a2 എന്ന് കിട്ടി. അതുപോലെ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ രണ്ടിലുണ്ട്, അത് പ്ലസ് ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ a1, ഇവിടെ ഒരു മൈനസ് വരും a2 അല്ലേ. അപ്പോൾ a1 മൈനസ് a2 എന്ന് കിട്ടി. ഓക്കെ, a1 പ്ലസ് a2ൻ്റെ വാല്യൂ ഫ്രം ഇക്വേഷൻ നമ്പർ 7 a1 പ്ലസ് a2 ഇസ് ഈക്വൽ ടു q0 ആണ്. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മൈനസ് കെ q0 പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ഇൻറ്റു a1 മൈനസ് a2 എന്ന് കിട്ടി. ഫ്രം ദിസ് a1 മൈനസ് a2 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാലോ. മൈനസ് കെ q0 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് പോവുക, അപ്പോൾ പ്ലസ് കെ q0 ആയി. a1 മൈനസ് a2 ഇസ് ഈക്വൽ ടു കെ q0 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ കിട്ടും. a1 മൈനസ് a2 ഇസ് ഈക്വൽ ടു കെ q0 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ കിട്ടും. ഓക്കെ, അപ്പോൾ a1 പ്ലസ് a2 എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 7 വിച്ച് ഇസ് ഈക്വൽ ടു q0 എന്ന് കിട്ടി. a1 മൈനസ് a2 ഇസ് ഈക്വൽ ടു കെ q0 ഇൻറ്റു റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ കിട്ടി. രണ്ട് ഇക്വേഷൻസും ആഡ് ചെയ്യാം. അപ്പോൾ a1 പ്ലസ് a2 പ്ലസ് a1 മൈനസ് a2, അപ്പോൾ a1 പ്ലസ് a1 2a1 എന്ന് കിട്ടി. a2 മൈനസ് a2 ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2a1 എന്ന് കിട്ടി. റൈറ്റ് ഹാൻഡ് സൈഡിൽ q0 പ്ലസ് ഈ ടേം കെ q0 ഇൻറ്റു റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ. രണ്ടിലും q0 ഇല്ലേ, q0 പുറത്തേക്ക് എടുക്കുക, q0 ഇൻറ്റു 1 പ്ലസ് കെ ബൈ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ വരും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2a1 ആണ്. അപ്പോൾ a1 ഇസ് ഈക്വൽ ടു എന്ത് വരും? q0 by 2 into 1 plus k by root of k square minus omega naught square. So this is a1. ഇനി a1ൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. a1ൻ്റെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് a2 കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ a1 പ്ലസ് a2 എന്ന് പറയുന്ന ഇക്വേഷൻ a1 പ്ലസ് a2 ഇസ് ഈക്വൽ ടു q0 എന്ന് പറയുന്ന ഇക്വേഷനിൽ a1ന് കിട്ടിയ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇക്വേഷൻ നമ്പർ 7 a1 പ്ലസ് a2 എന്നുള്ള റിലേഷനിൽ a1 മൈനസ് a2 എന്നുള്ള റിലേഷൻ സബ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിലവർ ചെയ്തത് ഇക്വേഷൻ നമ്പർ 7 നിന്ന് ഇക്വേഷൻ നമ്പർ 8 സബ്ട്രാക്ട് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 7 എന്ന് പറയുന്നത് ഇതാണ്, a1 പ്ലസ് a2 ഈക്വൽ ടു q0. ഇക്വേഷൻ നമ്പർ 8 എന്ന് പറഞ്ഞാൽ a1 മൈനസ് a2 ഈക്വൽ ടു ദിസ് ടേം. അപ്പോൾ a1 പ്ലസ് a2 മൈനസ് a1 മൈനസ് a2 അല്ലേ. അപ്പോൾ മൈനസ് ഓഫ് a1 മൈനസ് a2. അപ്പോൾ a1 പ്ലസ് a2 മൈനസ് a1 മൈനസ് ഓഫ് മൈനസ് a2 ആണ് പ്ലസ് a2 അല്ലേ. അപ്പോൾ a1കൾ ക്യാൻസൽ ചെയ്യും, a1 മൈനസ് a1 ക്യാൻസൽ ചെയ്യും, a2 പ്ലസ് a2 എന്ന് വരും 2a2 എന്ന് കിട്ടും. 2a2 ഇസ് ഈക്വൽ ടു q0 മൈനസ് ദിസ് ടേം. q0 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ q0 ഇൻറ്റു 1 മൈനസ് കെ ബൈ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ എന്ന് കിട്ടും. ഫ്രം ദാറ്റ് a2 ഇസ് ഈക്വൽ ടു q0 ബൈ 2 ഇൻറ്റു 1 മൈനസ് കെ ബൈ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ എന്ന് കിട്ടും. സോ ദിസ് ഇസ് ഇക്വേഷൻ a2 ആൻഡ് a1 ഈസ് ഒബ്റ്റെയിൻ ഫ്രം ഹിയർ അല്ലേ. a1 a2 നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് q-ൻ്റെ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഇവിടെ a1നും a2നും പകരം ടി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണിത്. q ഇസ് ഈക്വൽ ടു a1 ഇൻറ്റു a1ന് പകരം q0 ബൈ 2 1 പ്ലസ് കെ ബൈ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് കെ പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ഇൻറ്റു ടി പ്ലസ് a2 ഇൻറ്റു എന്നാണ് വരുന്നത്. a2ന് ഇത് കൊടുക്കുക q0 ബൈ 2 1 മൈനസ് കെ ബൈ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ഇ റേസ് ടു മൈനസ് കെ മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ഇൻറ്റു ടി. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ഗ്രോത്തിൽ ചെയ്ത പോലെ തന്നെ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. q0 ബൈ 2 എന്നുള്ള ടേം ഉണ്ട്. q0 ബൈ 2 ഇൻറ്റു q0 ബൈ 2 ഇൻറ്റു കെ ബൈ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ഹോൾ ഇൻറ്റു ഈ ടേം ഉണ്ട്. ഇ റേസ് ടു മൈനസ് കെ പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ഇൻറ്റു ടി എന്നുള്ളത് ഇ റേസ് ടു എ പ്ലസ് ബി എന്നുള്ളത് ഇ റേസ് ടു എ ഇൻറ്റു ഇ റേസ് ടു ബി എന്നുള്ള ഫോമിലേക്ക് മാറ്റുക. അപ്പോൾ ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു ഇ റേസ് ടു റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ഇൻറ്റു ടി എന്നുള്ള ഫോമിലേക്ക് മാറും. അപ്പോൾ
e raised to minus kt എന്നുള്ള ടേമും Q0/2 എല്ലാത്തിലും ബാധകമായിട്ടുള്ളതാണ്. ഇതിനുണ്ട് അതേപോലെ ഇവിടെയുണ്ട് അല്ലേ. അപ്പോൾ Q0/2 ഇൻറ്റു e raised to minus kt കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. ബാക്കിയുള്ളത് 1 + k/√k² - ω0² ഇൻറ്റു e raised to +√k² - ω0² ഇൻറ്റു t. അതുപോലെ Q0/2 e raised to minus kt പോയില്ലോ, പുറത്തേക്ക് എടുത്തുല്ലോ. പിന്നെ ബാക്കിയുള്ളത് 1 - k/√k² - ω0² ഇൻറ്റു e raised to -√k² - ω0² ഇൻറ്റു t എന്ന് പറയുന്ന എക്സ്പ്രഷനാണ്. സോ ദിസ് ഈസ് ദി ഇൻസ്റ്റൻറ്റേനിയസ് എക്സ്പ്രഷൻ ഫോർ ദ ചാർജ് ഡ്യൂറിങ് decay in an LCR series circuit. LCR series circuitൽ ഡിക്കേയുടെ സമയത്ത് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള ചാർജ് മെഷർ ചെയ്യാനുള്ള എക്സ്പ്രഷനാണ് ഈ സാധനം. ഇവിടെ കെ എന്ന് പറയുന്നത് നമുക്കറിയാം ഡാമ്പിംഗ് കോഎഫിഷ്യൻ്റ് ആണ്. ω0 എന്ന് പറയുന്നത് ഒരു LC സർക്യൂട്ടിൻ്റെ R നെഗ്ലിജിബിൾ ആയിട്ടുള്ള സമയത്തുള്ള LC സർക്യൂട്ടിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയാണ്. ഓക്കെ, ഇതാണ് ഡിക്കേയുടെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. നമുക്കിതിൻ്റെ സ്പെഷ്യൽ കേസുകൾ നെക്സ്റ്റ് ഇതിൽ തന്നെ കാണാം. ഓക്കെ, താങ്ക് യു.